ഹലോ, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയുന്നത് നിങ്ങൾ കാനഡയിൽ ഒരു വീട് മേടിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ എന്തൊക്കെ സ്റ്റെപ്സാണ് ഫോളോ ചെയ്യേണ്ടത്, എന്തൊക്കെ കാര്യങ്ങളാണ് അറിഞ്ഞിരിക്കേണ്ടത് എന്നതാണ്. ഇതൊക്കെ ഞാൻ പറയുന്നത് എൻ്റെ പേഴ്സണൽ അനുഭവത്തിൽ നിന്നാണ്. അപ്പോൾ വലിച്ചു നീട്ടുന്നില്ല, കാര്യത്തിലേക്ക് കിടക്കാം. സോ നിങ്ങൾ സീരിയസ് ആയിട്ടും ഒരു വീട് വാങ്ങിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ആദ്യം നിങ്ങൾക്ക് വേണ്ടത് ഒരു സേവിങ്സ് ആണ്. അതായത് നിങ്ങൾക്കറിയാം, കാനഡയിൽ നമുക്കൊരു വീട് വാങ്ങിക്കണമെങ്കിൽ ഡൗൺ പേയ്മെൻറ്റ് ഇടാതെ നമുക്കത് നടക്കത്തില്ല. സോ ആദ്യം തന്നെ നമുക്കൊരു സേവിങ്സ് ഉണ്ടായിരിക്കണം. അപ്പോൾ ഈ ഡൗൺ പേയ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ഓരോ വീടിൻ്റെയും വില അനുസരിച്ചിരിക്കും. ഇപ്പം നിങ്ങൾ $5,00,000 വരെയുള്ളൊരു വീടാണ് വാങ്ങിക്കുന്നതെന്ന് വെച്ചു, അതിനകത്ത് ഉള്ളൊരു വീടാണ് വാങ്ങിക്കുന്നതെങ്കിൽ 5% ആണ് ഡൗൺ പേയ്മെൻറ്റ് ഇടേണ്ടത്. ഇനിയിപ്പോൾ 5 ലക്ഷത്തിന് മുകളിലാണ്, പക്ഷെ 10 ലക്ഷത്തിന് താഴെയുമാണെങ്കിൽ 10% ഡൗൺ പേയ്മെൻറ്റ് ഇടേണ്ടി വരും. ഒരു എക്സാമ്പിൾ പറയുവാണെങ്കിൽ, ഇപ്പം 5 ലക്ഷത്തിനകത്തുള്ള ഒരു വീട്, ഇപ്പോൾ സപ്പോസ് 4 ലക്ഷത്തിൻ്റെ വീടാണ് നിങ്ങൾ വാങ്ങിക്കുന്നതെങ്കിൽ അതിന് 5% ഇട്ടാൽ മതി. എന്ന് വെച്ചാൽ 4 ലക്ഷത്തിൻ്റെ 5% 20,000, ഇത് $20,000 നിങ്ങൾക്ക് ഡൗൺ പേയ്മെൻറ്റ് വേണ്ടത്. ഇനിയും നിങ്ങളിപ്പോൾ 6 ലക്ഷമോ 7 ലക്ഷം 10-നകത്തുള്ള ഒരെണ്ണം, അതായത് 5-ന് മുകളിലും 10-നകത്തും. അപ്പം ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു $6,00,000 വീടാണെന്ന് വെച്ചോ. അങ്ങനെയാണെങ്കിൽ ആദ്യത്തെ 5 ലക്ഷം വരെ നിങ്ങൾ 5% വിടണം, ബാക്കി $1,00,000 10% വിടണം. ഇപ്പോൾ 5 ലക്ഷത്തിന് താഴെയുള്ള വീടാണെങ്കിലും 10-ന് താഴെയുള്ള വീടാണെങ്കിലും നിങ്ങൾക്ക് 20% ഡൗൺ ഇടാൻ പറ്റുമെങ്കിൽ ഏറ്റവും നല്ല. എത്രയോ ഡൗൺ ഇടുന്നോ അത്രയും നല്ലത്. നമ്മുടെ മോർഗേജ് മാസം അടയ്ക്കേണ്ടത് കുറഞ്ഞിരിക്കും. നമ്മളിപ്പം 20% ഇടുവാണെന്ന് വെച്ചു, 5 ലക്ഷത്തിന് അകത്തുള്ള ഒരു വീടിന് 20% ഡൗൺ പേയ്മെൻറ്റ് ഇടുവാണെങ്കിൽ നമുക്കുള്ളൊരു ഗുണം എന്തെന്ന് വെച്ചാൽ ഒരു മോർഗേജ് ലോൺ ഇൻഷുറൻസ് ഉണ്ട്. അത് നമുക്ക് എടുക്കേണ്ടി വരത്തില്ല ഈ 20% നമ്മൾ ഡൗൺ ഇടുവാണെങ്കിൽ. പക്ഷേ നമുക്ക് പൈസ അത്രയില്ല, നമുക്ക് 5% ഉള്ളൂ, കുഴപ്പമൊന്നുമില്ല. നിങ്ങൾ ഈ മോർഗേജ് ലോൺ ഇൻഷുറൻസും കൂടി എടുക്കേണ്ടി വരും. അതെന്ന് പറയുന്നത് ഒരു 0.6 to 4.6% ഓഫ് ആ വീടിൻ്റെ വാല്യൂ ആണ് ഈ മോർഗേജ് ലോൺ ഇൻഷുറൻസ് എന്ന് പറയുന്നത്. അതെന്തെന്ന് വെച്ചാൽ, ഇൻ കേസ് നമ്മളെ കൊണ്ട് ഈ മന്ത്ലി പേയ്മെന്റ്സ് അടയ്ക്കാൻ പറ്റിയില്ലെങ്കിൽ, നമുക്ക് മോർഗേജ് തന്ന ബാങ്ക് ഉണ്ടല്ലോ, അവരുടെ സേഫ്റ്റിക്ക് വേണ്ടി അവർ നമ്മളെ കൊണ്ട് എടുപ്പിക്കുന്ന ഒരു ലോണാണ് അത്. ഞങ്ങൾ തുടങ്ങിയപ്പോഴും 5% ആയിരുന്നു ഡൗൺ ഇട്ടത്. അപ്പോൾ നമ്മൾക്ക് ആ ഇൻഷുറൻസ് എടുത്തേ പറ്റത്തുള്ളൂ, അല്ലെങ്കിൽ നമ്മൾ 20% ഡൗൺ മിനിമം എങ്കിലും ഇടണം. അതുകൊണ്ട് 20% ഉണ്ടെങ്കിൽ നല്ലത്. 5% ആണെങ്കിലും കുഴപ്പമൊന്നുമില്ല, ആ ഒരു എമൗണ്ടും കൂടെ നമ്മൾ അടയ്ക്കണമെന്നേ ഉള്ളൂ. ഇനി ഈ ഡൗൺ പേയ്മെൻറ്റ് കൂടാതെ തന്നെ നമുക്ക് ലീഗൽ ഫീസ് വരുന്നുണ്ട്. ലാസ്റ്റ് നമ്മൾ വീടെല്ലാം ഇഷ്ടപ്പെട്ട് ഓക്കെ ആയിട്ട് നമ്മുടെ പേരിലോട്ട് ആക്കണമല്ലോ, അപ്പം നമുക്ക് കുറച്ച് ചിലവ് വരുന്നുണ്ട് ലോയറിനെയൊക്കെ കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിനും കൂടെ ഒരു എക്സ്ട്രാ ഒരു $10,000 കുറഞ്ഞത് അത് ഓരോ വീടിൻ്റെ വില അനുസരിച്ചാണ്. അപ്പോൾ അതും കൂടെ നമ്മുടെ കയ്യിൽ വേണം. അപ്പം നിങ്ങളുടെ കയ്യിൽ ഇത്രയും സേവിങ്സ് ഒക്കെ ഉണ്ട്, അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് വീട് നോക്കാനുള്ള ഒരിത് ആദ്യത്തെ സ്റ്റെപ്പ് നിങ്ങൾ ക്വാളിഫൈ ആയിട്ടുണ്ട്. നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ പ്രീ അപ്രൂവൽ മോർഗേജ് ആണ്. അപ്പം നിങ്ങളുടെ ബാങ്ക് ഏതാണോ, നിങ്ങളുടെ സാലറി ഒക്കെ വന്നു വീഴുന്ന ബാങ്ക് ഉണ്ടല്ലോ, അവരെ നമ്മൾ സമീപിച്ചാൽ അവിടുന്ന് നമുക്കൊരു പ്രീ അപ്രൂവൽ മോർഗേജ് എടുക്കാൻ പറ്റും. എന്ന് വെച്ചാൽ അവർ ചെയ്യുന്ന എന്തെന്ന് വെച്ചാൽ, അവർ നമ്മുടെ ഇൻകവും നമ്മുടെ ഡെറ്റ്സും ക്രെഡിറ്റ് സ്കോറും ഒക്കെ കൂടെ കാൽക്കുലേറ്റ് ചെയ്തിട്ട് അവരൊരു എമൗണ്ട് പറയും. ആ എമൗണ്ടിനകത്തുള്ള വീട് നമുക്ക് വാങ്ങിക്കാം. സോ അവരിപ്പോൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത് എന്തിനെയൊക്കെ വെച്ചിട്ടാണ്, ഞാൻ പറഞ്ഞല്ലോ, നിങ്ങളുടെ ഇൻകവും നിങ്ങൾക്കുണ്ടാകുന്ന ഡെറ്റ്സും പിന്നെ നിങ്ങളുടെ ക്രെഡിറ്റ് സ്കോറും നോക്കിയിട്ടായിരിക്കും അവർ ആ എമൗണ്ട് പറയുന്നത്. അപ്പം നിങ്ങളുടെ ക്രെഡിറ്റ് സ്കോർ ഒരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടറാണ്. സോ ക്രെഡിറ്റ് സ്കോർ കുറേ ഉള്ളവർക്കാണെങ്കിൽ ഈ പ്രീ അപ്രൂവൽ മോർഗേജ് തരാൻ തന്നെ ബാങ്കിന് മടിയായിരിക്കും. സോ ആദ്യം അത് ബിൽഡപ്പ് ചെയ്യുക ഇല്ലാത്തവർ. അതിനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തെന്ന് വെച്ചാൽ, നിങ്ങൾ ക്രെഡിറ്റ് കാർഡ് യൂസ് ചെയ്ത് പർച്ചേസ് ചെയ്യുക, എന്നിട്ട് കറക്റ്റ് ടൈമിൽ പേ ചെയ്യുക, ഡ്യൂ ഒന്നും വരുത്താതെ കറക്റ്റായിട്ട് പേ ചെയ്ത് പോവുക. പിന്നീട് നിങ്ങൾക്ക് വേറെ ഒരു ഇതെന്ന് വെച്ചാൽ, നിങ്ങളുടെ ഇൻകത്തിനെക്കാട്ടി കൂടുതലാണ് നിങ്ങൾക്ക് ഡെറ്റ്സ് എന്ന് വെച്ചോ, അങ്ങനെയാണെങ്കിലും ബാങ്കിന് നിങ്ങൾക്കൊരു പ്രീ അപ്രൂവൽ മോർഗേജ് അവർ സാങ്ഷൻ ചെയ്യത്തില്ല. സോ അതായത് ഇപ്പോൾ സ്റ്റുഡൻറ് ലോണ്, കാർ ലോൺ ഇതൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ നിങ്ങൾക്ക് ഡെറ്റ്സ് ആണ്. പക്ഷേ ഇതൊക്കെ ഇല്ലാത്തവരായിട്ട് ആരും കാണത്തുമില്ലല്ലോ.
അപ്പോൾ ഇൻകം നമുക്ക് അതുപോലെ ഉണ്ടെങ്കിൽ ഇപ്പം നിങ്ങൾക്ക് കിട്ടുന്ന ഇൻകത്തിൽ നിന്ന് നിങ്ങൾ കാർ ലോണിനും സ്റ്റുഡൻറ്റ് ലോണിനും ഒക്കെ അടച്ചു കഴിഞ്ഞാലും അവർ നോക്കുമ്പോൾ നിങ്ങളുടെ സാലറിയിൽ ഇനി എമൗണ്ട് ഉണ്ട്, നിങ്ങൾക്കൊരു ഹൗസ് വാങ്ങിച്ചാലും അത് അടയ്ക്കാൻ പറ്റും എന്ന് അങ്ങനെ കാണിച്ചാലാണ് നമുക്കവർ പ്രീ അപ്രൂവൽ മോർഗേജ് സാങ്ഷൻ ചെയ്യുന്നത്. അപ്പം നമുക്ക് ഇപ്പോൾ വൈഫ് ഹസ്ബൻഡും ആണെങ്കിൽ രണ്ടുപേരുടെയും കൂടെ സാലറി നോക്കിയിട്ടാണ് അവരത് സെറ്റാക്കി തരുന്നത്. മിക്ക ബാങ്കും അത് കറക്റ്റായിട്ട് ചെയ്യും. അപ്പോൾ അതിനുവേണ്ടി നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തെന്ന് വെച്ചാൽ നിങ്ങളുടെ പേരിൽ അനാവശ്യമായിട്ടുള്ള ലോണും കാര്യങ്ങളും ഒന്നും ഇല്ലാതിരിക്കാൻ ശ്രദ്ധിക്കുക. പിന്നെ വേറൊരു ഇത് ഞാൻ പറഞ്ഞുതരാം. നമ്മൾ ചിലർക്കൊക്കെ പോയി കോസൈൻ ചെയ്ത് കൊടുക്കും, നമ്മുടെ ഫ്രണ്ട്സിനോ റിലേറ്റീവ്സിനോ ആർക്കും ആയിക്കോട്ടെ. നമ്മൾ ചിലപ്പം അവർ പ്രൈമറി ആപ്ലിക്കൻ്റ് ആയിരിക്കും, എന്നാലും അവർക്കൊരു വീട് വാങ്ങിക്കാനോ കാറ് വാങ്ങിക്കാനോ നമ്മൾ കോസൈൻ ചെയ്യുവാണെങ്കിൽ നമ്മൾ നാളെ നമ്മുടെ വീട് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ബാങ്കിനെ സമീപിക്കുമ്പോഴാണ് ആ ലോണ് നമ്മുടെ പേരിലും കൂടെ കാണിക്കും. അപ്പോൾ അവിടെ എന്താ പറ്റുന്നതെന്ന് വെച്ചാൽ അവർ കറക്റ്റായിട്ട് പേ ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മുടെ ക്രെഡിറ്റ് സ്കോറിനൊന്നും കുഴപ്പമൊന്നും വരത്തില്ല. പക്ഷേ നമുക്ക് അപ്രൂവ് ചെയ്ത എമൗണ്ട് ഉണ്ടല്ലോ അതിനകത്തിൽ കുറച്ച് മാറ്റങ്ങൾ സംഭവിക്കാൻ സാധ്യതയുണ്ട്. സോ അങ്ങനെ നമുക്കിപ്പം ഒരു വീടോ കാറോ ഒക്കെ വാങ്ങിക്കണമെന്നുണ്ടെങ്കിൽ കോസൈൻ മാക്സിമം ചെയ്യാതിരിക്കുന്നതാണ് നല്ലത്. കാരണം അവർ പേ ഓഫ് ചെയ്തില്ലെങ്കിൽ അതുവരെ അത് നമ്മുടെ പേരിൽ ഇങ്ങനെ ഒരു ലോണായിട്ട് കാണിച്ചുകൊണ്ടിരിക്കും. അപ്പം സെക്കൻഡ് സ്റ്റെപ്പായിരുന്നു പ്രീ അപ്രൂവൽ ബാങ്കിൽ നിന്ന് വാങ്ങിക്കുക. അപ്പോൾ എല്ലാം ഓക്കെയാണ്, നമ്മുടെ സാലറി സർട്ടിഫിക്കറ്റും കാര്യങ്ങളും ഇൻകം എല്ലാം ബാങ്കിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം കൊടുത്തു കഴിയുമ്പോൾ അവരൊരു എമൗണ്ട് തരുമല്ലോ. ഫോർ എക്സാമ്പിൾ പറയാം, നിങ്ങൾക്കിത് $5 ലക്ഷം മോർഗേജ് തരാൻ ഞങ്ങൾ റെഡിയാണ്, അതുവരെയുള്ള അന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം നിങ്ങൾക്ക് 5 ലക്ഷം വരെയുള്ള ഒരു വീട് നോക്കി തുടങ്ങാമെന്നാണ്. ഇനിയിപ്പോൾ അത്ര ആയിക്കഴിഞ്ഞാൽ ധൈര്യത്തോടെ നമുക്ക് വീട് നോക്കി തുടങ്ങാം. അപ്പോൾ അതിനുള്ള അടുത്ത സ്റ്റെപ്പ് എന്ന് വെച്ചാൽ നിങ്ങളൊരു റിയൽ എസ്റ്റേറ്റ് ഏജൻറ്റിനെ കണ്ടുപിടിക്കണം. പിന്നെ ഈ റിയൽ എസ്റ്റേറ്റ് ഏജൻറ്റ് നോക്കിക്കോളും വീടിൻ്റെ വീട് കണ്ടുപിടിക്കുന്ന കാര്യങ്ങളെല്ലാം പുള്ളി നോക്കിക്കോളും. പുള്ളി നമ്മളെ ഒരുപാട് വീട് കാണിച്ചു തരും. അതുകൂടാതെ തന്നെ നമുക്ക് സ്വന്തമായിട്ട് ഗൂഗിൾ ചെയ്തോ ലിസ്റ്റിങ്സ് ഒക്കെ തപ്പി നമുക്ക് തന്നെ വീട് കണ്ടുപിടിക്കാം. എന്നിട്ട് നമുക്ക് ഏതെങ്കിലും ഇഷ്ടപ്പെടുവാണെങ്കിൽ ഈ റിയാൽറ്ററിനോട് പറയുക, പുള്ളി നമുക്ക് അതിന് വ്യൂ അറേഞ്ച് ചെയ്യും, നമുക്ക് പോയി കാണാം. അപ്പം നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്തെന്ന് വെച്ചാൽ നമ്മൾ കണ്ടുപിടിക്കുന്ന റിയൽ എസ്റ്റേറ്റ് ഏജന്റ് എന്ന് പറഞ്ഞാൽ നല്ല നോളജബിൾ ആയിട്ടുള്ള ഒരു പേഴ്സൺ ആയിരിക്കണം. കാരണം പുള്ളിയാണ് നമുക്ക് വേണ്ടി ആ സെല്ലറിനോട് സംസാരിക്കുന്നത്. അപ്പം നന്നായിട്ട് നെഗോഷിയേറ്റ് ചെയ്യാൻ അറിയാവുന്നതും നന്നായിട്ട് മാർക്കറ്റിലെ ഇപ്പോഴത്തെ റേറ്റിനെ കാര്യങ്ങളെയൊക്കെ പറ്റി അറിയാവുന്ന ഒരാളായിരിക്കണം നമ്മുടെ റിയൽ എസ്റ്റേറ്റ് ഏജന്റ് എന്ന് പറയുന്നത്. അപ്പം അതിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ചിലരൊക്കെ ഉണ്ട് പാർട്ട് ടൈം ആയിട്ട് ഒരു എക്സ്ട്രാ ഇൻകത്തിന് വേണ്ടിയിട്ട് വർക്ക് ചെയ്യുന്നവർ കാണും. അങ്ങനെയുള്ളവർ അത്ര നോളജബിൾ ആണോ എന്ന് എനിക്ക് സംശയമുണ്ട്. പക്ഷേ ഫുൾ ടൈം റിയൽ എസ്റ്റേറ്റ് ഏജൻ്റായിട്ട് ചെയ്യുന്നവരായിരിക്കും കൂടുതൽ അതിനെപ്പറ്റി അറിയാനും നമുക്ക് ഏത് സമയത്ത് വേണമെങ്കിലും വ്യൂ സെറ്റ് ചെയ്യാനും ഒക്കെ അവർക്കേ പറ്റത്തുള്ളൂ. പാർട്ട് ടൈം ആണെങ്കിൽ അവർക്ക് മറ്റേ ജോലിക്ക് പോകണം, അതിൻ്റെ ഇടയ്ക്ക് നിങ്ങളെ വ്യൂ എനിക്ക് അതിനുള്ള ടൈമൊന്നും ശരിയാവത്തില്ല. സോ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഫുൾ ടൈം ആയിട്ട് ജോലി നോക്കുന്ന ഒരു റിയൽ എസ്റ്റേറ്റ് ഏജന്റിനെ സമീപിക്കുക. പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനോടൊക്കെ ചോദിക്കുക വല്ല റെഫറൻസ് ഉണ്ടോ എന്നൊക്കെ ചോദിക്കാം. പിന്നെ നിങ്ങൾക്ക് വേ ഓഫ് കമ്മ്യൂണിക്കേഷൻ ഏതാണ് നിങ്ങളുടെ കമ്മ്യൂണിറ്റി തന്നെ. ഇപ്പോൾ മലയാളികളാണെങ്കിൽ മലയാളികൾ തന്നെ കാണും റിയൽ എസ്റ്റേറ്റ് ഏജന്റ് ആയിട്ടുള്ളവർ. അപ്പം നിങ്ങൾക്ക് അതിലാണ് സംസാരിക്കാൻ കൂടുതൽ ഇതെങ്കിൽ അങ്ങനെ ഒരാളിനെ കണ്ടുപിടിക്കുക. അഥവാ അല്ലെങ്കിൽ ഇംഗ്ലീഷോ ഹിന്ദിയോ, അപ്പം നിങ്ങൾക്ക് ഏതാണോ ഈസി ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്നത് അങ്ങനെയുള്ള നല്ല നോളജബിൾ ആയിട്ടുള്ള ഒരു പേഴ്സണെ കണ്ടുപിടിക്കുക റിയൽ എസ്റ്റേറ്റ് ഏജന്റ്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ പകുതി പണി കുറഞ്ഞു കിട്ടും. പുള്ളി കറക്റ്റായിട്ട് എല്ലാം ഡീൽ ചെയ്ത് നല്ല മാർക്കറ്റും എല്ലാം അറിയുന്ന ഒരാളാണെങ്കിൽ അവർ നെഗോഷിയേറ്റ് ചെയ്ത് നമുക്ക് ഏറ്റവും നല്ല ബെസ്റ്റ് പ്രൈസ് ഉള്ള ഒരു വീട് നമുക്ക് വാങ്ങിച്ചു തരും. അപ്പം നമ്മൾ നമ്മുടെ റിയൽ എസ്റ്റേറ്റ് ഏജന്റിനോട് പറയണം നമ്മുടെ താല്പര്യം എങ്ങനെയാണ്, നമുക്ക് എങ്ങനെയുള്ള നെയ്ബർഹുഡിലുള്ള വീടാണ് നമ്മൾ നോക്കുന്നത്, നമുക്ക് എത്ര റൂംസാണ് വേണ്ടത്, നമ്മുടെ വീടിൻ്റെ സ്റ്റൈൽ എങ്ങനെയാണ്, എത്ര ബാത്റൂംസ് വേണം, ഇതെല്ലാം നമ്മൾ നേരത്തെ പുള്ളിയോട് പറഞ്ഞു കൊടുത്താൽ പുള്ളി നമുക്ക് വേണ്ടി അങ്ങനെയുള്ള വീടുകൾ നോക്കി കണ്ടുപിടിക്കും. പിന്നെ വേറൊരു കാര്യം പറയാനുള്ളത് എന്തെന്ന് വെച്ചാൽ ഈ വീട് നോക്കി തുടങ്ങാൻ ഏറ്റവും നല്ലൊരു ടൈമായിട്ട് ഞാൻ മനസ്സിലാക്കുന്നത് നമ്മുടെ ഈ വിൻ്റർ എൻഡ് ചെയ്യാൻ പോകുമ്പോൾ ഈ ഐസ് ഒക്കെ മെൽറ്റ് ചെയ്യുന്ന ഒരു ടൈം ഉണ്ടല്ലോ, ആ ടൈമിൽ വീട് നോക്കി തുടങ്ങുന്നതായിരിക്കും ഏറ്റവും നല്ലതെന്ന് എനിക്ക് തോന്നുന്നത്. കാരണം എന്തെന്ന് വെച്ചാൽ എന്തെങ്കിലും ലീക്കോ
എന്താ ഈ നനവൊക്കെ ഭിത്തിയിൽ പിടിക്കുമല്ലോ, അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് കണ്ടുപിടിക്കാം. കാരണം ഞങ്ങൾ വീട് നോക്കി തുടങ്ങിയത് ആ ടൈമിലായിരുന്നു. അപ്പം ഇങ്ങനെ 2-3 വീട് നോക്കിയപ്പോൾ ഞാൻ കണ്ടിട്ടുണ്ട് അവരുടെ ബേസ്മെൻറ്റിൽ പോയപ്പോൾ നമുക്ക് ശരിക്കും കാണാൻ പറ്റും ഈ ഐസ് മെൽറ്റായിട്ട് അതിൻ്റെ ഡ്രോപ്സ് ഇങ്ങനെ ആ ബേസ്മെൻറ്റിലേക്ക് അങ്ങ് വന്ന് വീഴുക. ഈ ഡ്രൈവോളിൽ കൂടെ ഒക്കെ നനവ് ഇങ്ങനെ പിടിച്ചിരിക്കുക. അതിപ്പോൾ നമ്മൾ സമ്മറിലാണ് പോകുന്നതെങ്കിൽ നമുക്കിതൊന്നും കണ്ടുപിടിക്കാൻ പറ്റത്തില്ലല്ലോ. പിന്നെ അവരെന്തെങ്കിലും പുട്ടിയോ സീലിങ്ങോ ഇട്ടടിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാനും പറ്റത്തില്ല. അതുകൊണ്ട് എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഒരു ബെറ്റർ ടൈം എന്ന് പറഞ്ഞാൽ ആ വിൻ്റർ അങ്ങോട്ട് ഐസ് മെൽറ്റ് ചെയ്യുന്ന സമയത്ത് വീട് നോക്കുകയാണെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ കണ്ടുപിടിക്കാൻ പറ്റും. എന്തെങ്കിലും മോയ്സ്ചർ ലീക്കോ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അറിയാൻ പറ്റും. അപ്പം നിങ്ങൾ 3 സ്റ്റെപ്പ് ഇപ്പോൾ കഴിഞ്ഞു. നിങ്ങളുടെ സേവിങ്സ് ഡൗൺ പേയ്മെൻറ്റിന് വേണ്ടിയുള്ള എമൗണ്ട് നിങ്ങൾ സെറ്റ് ചെയ്തു. രണ്ടാമത്തേത് നിങ്ങളുടെ ബാങ്കിൽ നിന്ന് ഒരു പ്രീ അപ്രൂവൽ മോർഗേജ്, ഞങ്ങൾക്ക് ഇത്രയും വരെയുള്ള വീട് വാങ്ങിക്കാൻ ബാങ്ക് അപ്രൂവ് തന്നിട്ടുണ്ട്, അത് നിങ്ങൾക്ക് കിട്ടി. ഇനി 3ാമത്തേതായിരുന്നു റിയൽ എസ്റ്റേറ്റ് ഏജന്റിനെ കണ്ടുപിടിക്കുക. എന്ന് വെച്ചാൽ നിങ്ങൾ വീട് തപ്പിത്തുടങ്ങുക, അതും കഴിഞ്ഞു. ഇനി 4ാമത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്, നമുക്ക് ഒരു വീട് ഇഷ്ടപ്പെട്ടെന്ന് വെച്ചു, ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട്, അങ്ങനെയാണെങ്കിൽ അടുത്ത സ്റ്റെപ്പ് എന്ന് വെച്ചാൽ നമ്മളൊരു ഹോം ഇൻസ്പെക്ടറിനെ ഹയർ ചെയ്യുക. അതിനു മുൻപ് ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ. ഈ നമ്മുടെ റിയൽ എസ്റ്റേറ്റിൻ്റെ ജോലി എന്തുവാണ്, നമ്മളെ വീട് കാണിക്കുക. അതിപ്പോൾ ഒരു 10, 20, 30 എത്ര വീട് വേണേലും കാണിച്ചോട്ടെ, അത് അവരുടെ ജോലിയാണ്. ചിലപ്പോൾ എൻ്റെ ആണെങ്കിൽ സംഭവിച്ചതെന്ന് വെച്ചാൽ ഞാനൊരു 5-8 വീട് കണ്ടപ്പോൾ തന്നെ എനിക്കാണെങ്കിൽ ഒരിത്, ഇങ്ങേര് എത്ര വീടാണ് നമ്മളെ കാണിക്കുന്നത്, കഷ്ടം, എന്തോ നമുക്കൊന്നും ഇഷ്ടപ്പെടുന്നില്ലല്ലോ, പുള്ളിയുടെ ടൈം നമ്മൾ വേസ്റ്റ് ചെയ്യുവാണോ, ഇനിയിപ്പോൾ ഏതെങ്കിലും ഒരെണ്ണം അങ്ങ് എടുത്താലോ എന്നൊക്കെ ഞാൻ വിചാരിച്ച്. അങ്ങനെ ഒരിക്കലും വിചാരിക്കരുത്. കാരണം അവരുടെ ജോലി എന്തുവാ, നമ്മളെ വീട് കാണിക്കുക. നമുക്ക് വേണ്ടത് എന്താണ്, നമുക്ക് താല്പര്യമുള്ള നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു വീടാണ് നമുക്ക് സെലക്ട് ചെയ്ത് കണ്ടുപിടിക്കേണ്ടത്. അപ്പം എത്ര വീട് വേണമെങ്കിലും കണ്ടു, 30-40 വീട് കാണട്ടെ, നമുക്ക് താല്പര്യം ഇഷ്ടപ്പെടുന്നത് മാത്രം നമ്മൾ സെലക്ട് ചെയ്താൽ മതി. അപ്പം ഇപ്പം നിങ്ങൾക്ക് എല്ലാം കണ്ട് ഒരു വീട് നല്ലതായിട്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഒരു ഹോം ഇൻസ്പെക്ടറിനെ ഹയർ ചെയ്യുക എന്നുള്ളതാണ്. അപ്പം അതിന് മുമ്പ് നമുക്ക് ഈ റിയാൽറ്ററിനോട് പറയാം, ഈ വീട് എനിക്ക് ഇഷ്ടമായി. അപ്പം നമ്മൾ സെല്ലറിന്, ഇവിടെ ആണെങ്കിൽ നമ്മൾ സെല്ലറിനെ നേരിട്ട് കാണുന്നേ ഇല്ല, എല്ലാം ഈ റിയാൽറ്റർ വഴിയാണ് നമ്മൾ സംസാരിക്കുന്നത്. അപ്പോൾ ഈ റിയാൽറ്റർ സെല്ലറിനോട് പറയും, ഇങ്ങനെ ഈ പാർട്ടിക്ക് ഈ വീട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്, ഇനി അവരൊരു ഹോം ഇൻസ്പെക്ഷൻ, നമ്മളൊരു കണ്ടീഷണൽ ഓഫർ വെക്കുക. എന്ന് വെച്ചാൽ ഹോം ഇൻസ്പെക്ഷൻ നടത്തിയിട്ട് കുഴപ്പങ്ങളൊന്നും ഇല്ലെങ്കിൽ നമുക്ക് ഓക്കെ ആണെന്നുള്ള രീതിയിൽ. എൻ്റെ ഒരു അഭിപ്രായമാണ് ഹോം ഇൻസ്പെക്ഷൻ ഉറപ്പായിട്ടും നടത്തിയിരിക്കണം. കാരണം നമ്മളെ കൊണ്ട് കണ്ടുപിടിക്കാൻ പറ്റാത്ത കാര്യങ്ങളാണ് ഹോം ഇൻസ്പെക്ടറിന് കണ്ടുപിടിക്കാൻ പറ്റുന്നത്. അപ്പം നമ്മൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടത്, നമുക്ക് കണ്ണുകൊണ്ട് കാണാൻ പറ്റുന്ന കാര്യങ്ങളെല്ലാം നമ്മൾ കറക്റ്റായിട്ട് നോക്കി കണ്ടുപിടിച്ചിരിക്കണം. എനിക്ക് പറ്റിയൊരു അബദ്ധം നിന്ന് കേട്ടോ, ഞാൻ ഈ വീട് വാങ്ങിക്കാനൊക്കെ ഞങ്ങൾ ഇറങ്ങിയ സമയത്ത് നമ്മൾ റൂമിലൊക്കെ കയറി നോക്കിയിട്ട് എല്ലാം ഓക്കെയാണ്, കുഴപ്പമില്ലല്ലോ എന്ന് പറഞ്ഞ് ഇങ്ങനെ ഇറങ്ങിപ്പോന്നു. ഒരു ഡോറും റൂമിൻ്റെ ഡോർസ് ഒന്നും അടച്ചു നോക്കിയിട്ടില്ലായിരുന്നു. പിന്നീട് നമ്മളിവിടെ താമസമായി കഴിഞ്ഞപ്പോഴേ ഡോറൊന്നും അടയുന്നില്ല. അപ്പോൾ പിന്നെ നമുക്ക് ആ ഡോറൊക്കെ ഫുള്ള് എല്ലാം മാറ്റേണ്ടി വന്നു. അതൊരു എക്സ്ട്രാ ചിലവല്ലേ. അതുകൊണ്ട് ഉറപ്പായിട്ട് അതൊക്കെ അടച്ചു നോക്കുക. വിൻഡോസ് ഉണ്ടെങ്കിൽ എല്ലാം നീക്കിയൊക്കെ നോക്കുക, അടയുന്നുണ്ടോ തുറക്കുന്നുണ്ടോ എന്നെല്ലാം നോക്കണം. പിന്നെ അതുപോലെ ഒരു ഇതാണ്, കിച്ചണിലെ ബാത്റൂമിലെയും ഒക്കെ പൈപ്പൊക്കെ തുറന്ന് നോക്കുക, എല്ലായിടത്തെയും എല്ലാം തുറന്ന് നോക്കണം. ടോയ്ലറ്റിൻ്റെ ഫ്ലഷ് വർക്ക് ചെയ്യുന്നുണ്ടോ അതെല്ലാം നമുക്ക് ചെക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. നമ്മളെ കൊണ്ട് പറ്റുന്നതെല്ലാം നമ്മൾ നല്ലതായിട്ട് ചെക്ക് ചെയ്യണം. നമ്മുടെ കണ്ണൊക്കെ തുറന്ന് നോക്കണം, എവിടെയെങ്കിലും പൊട്ടലുണ്ടോ അതൊക്കെ കണ്ടുപിടിക്കണം. പിന്നെ ഇപ്പം ബേസ്മെൻറ്റിലേക്ക് പോവുകയാണെങ്കിൽ ഫിനിഷ്ഡ് ബേസ്മെൻറ്റ് മേടിക്കുന്നതായിരിക്കും നല്ലത്. കാരണം പിന്നീട് നമ്മൾ എക്സ്ട്രാ ഇഷ്ടം പോലെ പൈസ ഇറക്കേണ്ടി വരും അതൊന്ന് മൊത്തം ഫിനിഷ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പം ബേസ്മെൻറ്റിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെന്ന് വെച്ചാൽ, നിങ്ങളൊരു ഇച്ചിരി പഴയ ബിൽഡിംഗ് ഒക്കെയാണ് മേടിക്കുന്നതെങ്കിൽ അത് ബ്രേസ് ചെയ്തിട്ടുണ്ടോ എന്ന് നോക്കണം. കാരണം നിങ്ങൾക്കറിയാമല്ലോ, നമ്മുടെ ഇവിടെ എന്ന് വെച്ചാൽ വീടുകളൊക്കെ ഇടയ്ക്കിടയ്ക്ക് മൂവ് ചെയ്യാറുണ്ട്. കാരണം വിൻ്റർ സമ്മർ ഇങ്ങനെ മാറി മാറി വരുന്നത് കൊണ്ട് തന്നെ സോയിലൊക്കെ കൺട്രാക്ട് ചെയ്യുകയും എക്സ്പാൻഡ് ചെയ്യുന്ന സമയത്ത് വീട് ചെറുതായിട്ട് മൂവ് ചെയ്യുന്നുണ്ട്. അപ്പം താഴത്തെ വോളിലൊക്കെ ക്രാക്കൊക്കെ വരാൻ സാധ്യതയുണ്ട്. സോ പഴയ വീടുകളാണെങ്കിൽ അവർ ഈ ബ്രേസ് ചെയ്യും, ഈ ഫൗണ്ടേഷൻ സ്ട്രോങ് ആക്കാൻ വേണ്ടി. അപ്പോൾ അത് നിങ്ങൾ ഉറപ്പ് വരുത്തുക. ഇച്ചിരി പഴയ ബിൽഡിംഗ് ആണെങ്കിൽ അത് ചെയ്തിട്ടുണ്ടോ എന്ന് നോക്കണം. കാരണം നമ്മൾ ചെല്ലുമ്പോൾ ഇവർ ഡ്രൈവാളൊക്കെ വെച്ച് പെയിൻറ്റ് ചെയ്തെല്ലാം ചെയ്തേക്കുമായിരിക്കും. അപ്പോൾ നമുക്കൊന്നും തോന്നത്തില്ല, എല്ലാം നല്ല ഫിനിഷ്ഡ് ആയിട്ട് തോന്നും. സോ നമ്മൾ അവരോട് ചോദിക്കണം, ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിക്കണം.
അതൊരു ബേസ്മെൻറ്റിൽ ചെല്ലുമ്പോൾ നോക്കേണ്ട ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. പിന്നീട് ബേസ്മെൻറ്റിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എന്തെങ്കിലും വെറ്റായിട്ടുള്ള മോയ്സ്ചർ ലീക്കൊക്കെ കാണുന്നുണ്ടോ, മോൾഡ് ഉണ്ടോ, അത് ഉറപ്പായിട്ട് നോക്കണം. കാരണം എന്തെങ്കിലും ഫംഗൽ ഇതോ മോൾഡിൻ്റെ ഇതോ പൂപ്പലൊക്കെ ഉണ്ടെങ്കിൽ ഭയങ്കരമായിട്ട് നമുക്ക് ഹെൽത്ത് ഇഷ്യൂസ് വരാൻ സാധ്യതയുണ്ട്. കാരണം നമുക്കറിയാമല്ലോ, നമുക്കിവിടെ വെന്റിലേഷൻ വളരെ കുറവാണ്. പ്രത്യേകിച്ച് വിൻ്ററിലൊക്കെ ആണെങ്കിൽ ഈ എയർ ഫുള്ള് സർക്കുലേറ്റ് ചെയ്യുക. നമുക്ക് വെളിയിലോട്ട് വിൻഡോസ് ഒന്നും തുറന്ന് നമ്മൾ ഇടുന്നില്ല. സോ ഈ മോൾഡും ഈ ഫംഗൽസും ഒക്കെ ഇതുവഴി കയറി നമുക്ക് റെസ്പിറേറ്ററി അസുഖങ്ങളും ഭയങ്കര ദോഷമാണ് ലങ്സിനും ഒക്കെ. അത് ഒരിക്കലും അങ്ങനെ ചെയ്യാം. പ്രത്യേകിച്ച് കുട്ടികൾക്കും മുതിർന്നവർക്കും എല്ലാവർക്കും പ്രശ്നമാണ്. അതുകൊണ്ട് അത് നിങ്ങൾ ഉറപ്പായിട്ട് നോക്കണം. അങ്ങനെ വല്ല പ്രോബ്ലം ഉണ്ടോ എന്ന് നോക്കണം. പിന്നീട് ഇത്രയും നമ്മൾ കണ്ടുപിടിക്കും. അത് കഴിഞ്ഞിട്ടുള്ളതാണ് ഈ ഹോം ഇൻസ്പെക്ടർ കണ്ടുപിടിക്കുന്നത്. പുള്ളി വന്നിട്ട് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ പ്ലംബിങ്, സ്യൂവേജ് ലൈനൊക്കെ ക്ലിയർ ആണെന്ന് നോക്കും. അതായത് നമ്മുടെ കിച്ചൺ സിങ്കിൽ നിന്നും ബാത്റൂമിൽ നിന്നും ഒക്കെ പോകുന്ന വേസ്റ്റ് പോകുന്നത് റോഡിലോട്ടുള്ള സിറ്റിയുടെ മെയിൻ പൈപ്പിലോട്ടായിരിക്കുമല്ലോ. അപ്പോൾ അവിടെ എന്തെങ്കിലും ബ്ലോക്കേജ് ഉണ്ടെങ്കിൽ നമുക്ക് ചെക്ക് ചെയ്യാൻ പറ്റത്തില്ല. സോ ഇവരുടെ കയ്യിൽ ഒരു ക്യാമറയുണ്ട്. അവരത് ഇൻസേർട്ട് ചെയ്ത് വിട്ടിട്ടാണ് അവർ അത് കണ്ടുപിടിക്കുന്നത്. സോ അത് ഹോം ഇൻസ്പെക്ടറിന് കണ്ടുപിടിക്കാൻ പറ്റും. അതൊരു ഭയങ്കര ഇമ്പോർട്ടൻറ്റ് സ്റ്റെപ്പാണ്. കാരണം സ്യൂവറിനൊക്കെ എന്തെങ്കിലും കംപ്ലൈൻറ്റ് വന്നു കഴിഞ്ഞാൽ നമ്മുടെ കയ്യിൽ നിന്ന് പോകുന്ന ഡോളേഴ്സിന് കണക്ക് കാണത്തില്ല. 20,000-30,000 ഡോളറൊക്കെ ഒറ്റയടിക്ക് വരും. നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ട് അത് ഹോം ഇൻസ്പെക്ടറിനെ കൊണ്ട് തന്നെ ചെയ്യിക്കണം. പിന്നെ അവർ ചെക്ക് ചെയ്യുന്നത് ഹീറ്റിങ്ങും കൂളിങ്ങും ഒക്കെ. നമ്മുടെ ഫർണസ് എത്ര പഴക്കമുള്ളതാണ്, ഇനി എത്ര നാൾ വർക്ക് ചെയ്യും, എങ്ങനെയുണ്ട്, നല്ല ഹീറ്റിംഗ് ഒക്കെ കിട്ടുന്നുണ്ടോ, അത് അവർക്ക് കണ്ടുപിടിക്കാൻ പറ്റും. പിന്നെ അതുപോലെ എയർ കണ്ടീഷനിങ്, കൂളിങ് ഉണ്ടോ, എത്ര നാളും കൂടെ അതിന് വർക്ക് ചെയ്യും, പുതിയതാണോ, അതൊക്കെ കണ്ടുപിടിക്കാൻ പറ്റും. പിന്നെ അവർ ചെക്ക് ചെയ്യുന്നത് റൂഫിങ്ങും ഫ്ലോറിങ്ങും ഒക്കെ. നമുക്കും ഫ്ലോർ ചെക്ക് ചെയ്യാം. നമുക്കും ഒന്ന് ചവിട്ടിയൊക്കെ എല്ലായിടും പോയി ഒന്ന് നടന്നു നോക്കുക. നല്ല സ്ട്രോങ് ആണോ, അത് എവിടെയെങ്കിലുമൊക്കെ സൗണ്ടൊക്കെ കേൾക്കുന്നുണ്ടോ, ഇതൊക്കെ നമുക്ക് നോക്കാം. പക്ഷേ ഹോം ഇൻസ്പെക്ടറിന് കുറച്ചും കൂടെ കാര്യമായിട്ട് അവർക്ക് അതിൻ്റെ പഴക്കവും ഒക്കെ കണ്ടുപിടിക്കാൻ പറ്റും. അതുപോലെ ഞാൻ പറഞ്ഞ റൂഫിൻ്റെ ഷിംഗിൾസ് പുതിയതാണോ, ഇനി എത്ര നാളും കൂടെ അത് ഓടും, ഇതൊക്കെ ഹോം ഇൻസ്പെക്ഷനിലാണ് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുന്നത്. പിന്നെ അവർ കണ്ടുപിടിക്കുന്നത് എന്തെങ്കിലും ഫയർ ആൻഡ് സേഫ്റ്റി ഹസാർഡ്സ് ഉണ്ടോ എന്ന് നോക്കും. ഫയർ പ്ലേസ് ഒക്കെ ഉണ്ടെങ്കിൽ എല്ലാം ഓക്കെ ആണോ, വേറെ എന്തെങ്കിലും തരത്തിൽ ഇലക്ട്രിക്കൽ വയറിങ്ങിനൊക്കെ എന്തെങ്കിലും കുഴപ്പമുണ്ടോ, ഇതൊക്കെ കണ്ടുപിടിക്കുന്നത് ഹോം ഇൻസ്പെക്ഷൻ വഴിയാണ്. അപ്പോൾ ഇതെല്ലാം ചെക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് ഹോം ഇൻസ്പെക്ടറിൻ്റെ റിപ്പോർട്ട് കിട്ടുമല്ലോ, അതിനകത്തിലും ഓക്കെ ആണെങ്കിൽ നമുക്ക് പ്രശ്നമില്ല. നമുക്ക് ഓഫർ കൊടുത്ത് നമുക്ക് മൂവ് ചെയ്യാം. ഇനിയിപ്പോൾ അഥവാ ഹോം ഇൻസ്പെക്ടർ പറയുക ഇതിലൊരു പ്രശ്നമുണ്ട്, ഇവിടെ ഫർണസ് കുഴപ്പമാ, അല്ലെങ്കിൽ AC കംപ്ലൈൻറ്റാ, ഇങ്ങനെയൊക്കെ പറയുവാണെങ്കിൽ നമുക്ക് റിയാൽറ്ററിനോട് പറഞ്ഞിട്ട് നെഗോഷിയേറ്റ് ചെയ്യാം സെല്ലറുമായിട്ട്. ഒന്നെങ്കിൽ ആ എമൗണ്ട് അവർ കുറയ്ക്കണം. ഒരു എക്സാമ്പിൾ പറയുവാണെങ്കിൽ AC കൊള്ളത്തില്ല, അപ്പം നമുക്ക് റിയാൽറ്ററിനോട് പറഞ്ഞിട്ട് സെല്ലറിനെ കൊണ്ട് ഒരു $6,000 $7,000 ACക്ക് ആകുവാണെങ്കിൽ അത് നമുക്ക് മൈനസ് ചെയ്യിപ്പിക്കാം. നല്ല ഒരു റിയൽ എസ്റ്റേറ്റ് ഏജന്റ് ആണെങ്കിൽ നന്നായിട്ട് ബാർഗെയിൻ ചെയ്യും ഈ ഹോം ഇൻസ്പെക്ഷൻ റിപ്പോർട്ടിന് എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ. പിന്നെ അല്ലെങ്കിൽ അവർ പറയുക ഞങ്ങൾ ഫിക്സ് ചെയ്ത് തരാമെന്ന് പറയുവാണെങ്കിൽ സെല്ലറിനെ കൊണ്ട് തന്നെ ഫിക്സ് ചെയ്യിപ്പിച്ചാലും മതി. എൻ്റെ ഒരു ഫ്രണ്ടിന് പറ്റിയ ഒരു അബദ്ധം എന്തെന്ന് വെച്ചാൽ അവരുടെ ബാത്റൂമിലെ ടാപ്പിന് ചെറിയതായിട്ട് ഇങ്ങനെ ഡ്രോപ്സ് ലീക്കേജ് ഉണ്ടായിരുന്നു. അപ്പോൾ അവരോർത്ത് അത് നിസ്സാരമായിട്ട് അങ്ങ് ഫിക്സ് ചെയ്യാമെന്ന് വിചാരിച്ച് എന്നിട്ട് പിന്നീട് അവർ താമസം തുടങ്ങിക്കഴിഞ്ഞിട്ട് ജസ്റ്റ് ഒരു ടാപ്പ് മാറിയാൽ മതിയായിരിക്കുമല്ലോ അങ്ങനെയൊക്കെ വിചാരിച്ച് ചെയ്തപ്പോഴാണ് മനസ്സിലാകുന്നത് ഒരു പ്ലംബർ വന്നിട്ട് ഇതെല്ലാം അഴിച്ചപ്പോഴാണ് ഫുൾ സെറ്റോടെ മാറണം, അകത്തോട്ട് ഫുള്ള് കൊറോഷൻ സംഭവിച്ചേക്കുക. അപ്പം അത് നമ്മൾ അറിയുന്നില്ല. ഹോം ഇൻസ്പെക്ഷനകത്തിൽ പ്ലംബിങ്ങിൻ്റെ ലൈനിനൊന്നും കുഴപ്പമില്ല, എല്ലാം ഓക്കെയാണ്. പക്ഷേങ്കിൽ ഈ സെറ്റ് ഉണ്ടല്ലോ, ആ ടാപ്പിൻ്റെ ആ സെറ്റ് അങ്ങോട്ട് പോയിക്കുന്ന അത് ഫുള്ള് കൊറോഷനാണ്. അപ്പം നമുക്ക് ആ ഒരു പാർട്ടായിട്ട് മാറാൻ പറ്റത്തില്ല, അതിൻ്റെ പുറകിലോട്ട് മാറണം. അപ്പം അതിന് കുറേ ഡോളേഴ്സ് പോകുമല്ലോ. അപ്പം അതാ ഞാൻ പറഞ്ഞത്, എന്തെങ്കിലും ചെറിയൊരു ഇതുണ്ടെങ്കിൽ ഒന്നെങ്കിൽ നമുക്ക് ഫിക്സ് ചെയ്യാൻ പറ്റുന്നതാണെങ്കിൽ നമ്മൾ റിയാൽറ്ററിനോട് പറഞ്ഞ് നെഗോഷിയേറ്റ് ചെയ്ത് നമ്മുടെ എമൗണ്ടിൽ നിന്ന് ആ പ്രൈസിൽ നിന്ന് അത് മൈനസ് ചെയ്യിപ്പിക്കണം. അല്ലെങ്കിൽ സെല്ലറിനെ കൊണ്ട് തന്നെ വീടിൻ്റെ പ്രോബ്ലം ഫിക്സ് ചെയ്യിപ്പിച്ചിട്ടേ വാങ്ങിക്കാവൂ.
ഇപ്പം 4 സ്റ്റെപ്പ് കഴിഞ്ഞിരിക്കുന്നു. സേവിങ്സ് ആയി, പ്രീ അപ്രൂവ്ഡ് മോർഗേജ് എല്ലാം സെറ്റ് ചെയ്തു, വീടെല്ലാം നോക്കി തുടങ്ങിയപ്പം നിങ്ങൾക്ക് ഒരെണ്ണം ഇഷ്ടപ്പെട്ടു, ഹോം ഇൻസ്പെക്ഷനും കഴിഞ്ഞു, എല്ലാം ഓക്കെ ആണ്. ഒരു മോർഗേജ് സ്പെഷ്യലിസ്റ്റിനെയും കൂടെ കണ്ടുപിടിക്കണം. അത് നമ്മുടെ ഈ റിയാലിറ്റർ തന്നെ നമുക്ക് സെറ്റ് ചെയ്ത് തരും. നമുക്കൊരു വീട് ഇഷ്ടപ്പെട്ട് കഴിയുമ്പോൾ നമുക്ക് നമ്മുടെ സാലറി വരുന്ന ബാങ്കിൽ നിന്ന് തന്നെ മോർഗേജ് എടുക്കണമെന്നൊന്നുമില്ല. നമ്മുടെ ഇഷ്ടമാണ് ഏത് ബാങ്കിൽ നിന്ന് വേണം. ഏത് ബാങ്കാണോ നമുക്ക് ഇൻട്രസ്റ്റ് റേറ്റ് കുറച്ച് തരുന്നത് ആ ബാങ്കിലായിരിക്കുമല്ലോ നമുക്ക് താല്പര്യം ലോൺ എടുക്കാൻ. അപ്പോൾ അത് കണ്ടുപിടിക്കുന്ന ആളാണ് ഈ മോർഗേജ് സ്പെഷ്യലിസ്റ്റ് എന്ന് പറയുന്ന ആള്. അപ്പോൾ റിയാലിറ്ററിന്റെ അവർക്ക് ഒത്തിരി പരിചയക്കാർ കാണും ഇങ്ങനെ ചെയ്യുന്നവർ. അല്ലെങ്കിൽ നമുക്ക് സ്വന്തമായിട്ടും കണ്ടുപിടിക്കാവുന്നേ ഉള്ളൂ. അവരുടെ ജോലി എന്തെന്ന് വെച്ചാൽ അവർ നമ്മുടെ ഡീറ്റെയിൽസ് എല്ലാം എടുത്തിട്ട് ഒത്തിരി ബാങ്കിന് നമ്മുടെ ഇൻഫർമേഷൻ കൊടുക്കും. അപ്പം നമുക്ക് നല്ല ക്രെഡിറ്റ് സ്കോർ ആണെങ്കിൽ നമുക്ക് നെഗോഷിയേറ്റ് ചെയ്യാൻ പറ്റും. ആ സ്പെഷ്യലിസ്റ്റിനെ നെഗോഷിയേറ്റ് ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് മാക്സിമം ഇൻട്രസ്റ്റ് കുറച്ച് തരണം എന്നുള്ള രീതിയിൽ നെഗോഷിയേറ്റ് ചെയ്യാൻ പറ്റും. അപ്പം ആ സ്പെഷ്യലിസ്റ്റിന് കണ്ടുപിടിക്കാൻ പറ്റും മാക്സിമം ഇൻട്രസ്റ്റ് കുറഞ്ഞ രീതിയിലുള്ള ഒരു മോർഗേജ് സെറ്റാക്കി തരാൻ പറ്റും. അത് നിങ്ങളുടെ റിയാലിറ്റർ തന്നെ, ഞാൻ പറഞ്ഞില്ലേ, നല്ല അറിവുള്ള ആളാണെങ്കിൽ പുള്ളി തന്നെ എല്ലാം സെറ്റ് ചെയ്ത് കണ്ടുപിടിച്ചിട്ട് നല്ല ഏത് ബാങ്കിൽ നിന്നാണോ നമുക്ക് കുറവ് ഇൻട്രസ്റ്റ് റേറ്റ് കിട്ടുന്നത് അവരുടെ കയ്യിൽ നിന്ന് മോർഗേജ് എടുക്കുന്നതായിരിക്കും നല്ലത്. ഒരു ലോയറിനെ കൊണ്ട് ഫൈനലായിട്ട് നമ്മൾ സെല്ലറിൻ്റെ കയ്യിൽ നിന്ന് ആ ടൈറ്റിൽ നമ്മുടെ പേരിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുകയാണ്. അപ്പോൾ അതാണ് നമ്മുടെ ഫൈനൽ സ്റ്റെപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ അതാണ് ഞാൻ ആദ്യം പറഞ്ഞത്, കുറച്ച് ലീഗൽ ഫീസും കൂടെ വേണമെന്ന്, ഡൗൺ പേയ്മെന്റ് കൂടാതെ. അത് ഈ സമയത്താണ് വേണ്ടത്. എനിക്ക് തോന്നുന്നു വിത്തിൻ 90 days ആണെന്ന് തോന്നുന്നു നമ്മുടെ മോർഗേജ് ഒക്കെ ബാങ്കിൽ നിന്ന് അപ്രൂവ് ചെയ്ത് സെല്ലറിൻ്റെ അക്കൗണ്ടിലോട്ടൊക്കെ വിത്തിൻ ഇത്ര ദിവസവും വരണമെന്നുണ്ട്. അതൊക്കെ നമ്മൾ കറക്റ്റായിട്ട് ഈ ഓഫർ ലെറ്ററിനകത്ത് വെക്കും. മാക്സിമം ആണെന്ന് തോന്നുന്നു 90 days. അപ്പോൾ ഈ നമ്മൾ ഈ ലോയറിൻ്റെ അടുക്കെ ചെല്ലുമ്പോൾ പുള്ളി ഡീറ്റെയിൽ ആയിട്ട് എല്ലാം പറഞ്ഞു തരും. ഇത്ര ദിവസത്തേക്കകം നിങ്ങളുടെ ഫണ്ട് വന്നിരിക്കണം. ആദ്യം ഇത് ലോയറിന്റെ അടുക്കലോട്ടാണ് വരുന്നത്. ലോയറാണ് ഇത് സെല്ലറിന് കൊടുക്കുന്നത്. അപ്പം നമുക്കൊന്നും പേടിക്കേണ്ട, ലോയർ എല്ലാം കറക്റ്റായിട്ട് സെറ്റ് ചെയ്തോളും. നമ്മുടെ റിയാലിറ്ററും ലോയറും കൂടെ കറക്റ്റായിട്ട് നമ്മുടെ പേപ്പർ വർക്ക് എല്ലാം സെറ്റ് ചെയ്ത് കറക്റ്റാക്കി തരും. പിന്നെ നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ആ സമയത്ത് നമ്മുടെ യൂട്ടിലിറ്റീസ് ഒക്കെ നമ്മുടെ പേരിലോട്ടാക്കുക, എന്തെങ്കിലും അഡ്രസ്സ് ചേഞ്ച് ചെയ്യാനുണ്ടെങ്കിൽ അതൊക്കെ ചെയ്യുക, അത്രേ ഉള്ളൂ. പിന്നെ നമ്മൾ സൈൻ ചെയ്ത് കഴിഞ്ഞാൽ നമ്മളായി ശരിക്കും ആ വീടിന്റെ ഓണർ. ആ സൈൻ ചെയ്യുന്ന നിമിഷം തൊട്ട് നമ്മളാണ് അതിന്റെ ഓണർ. പിന്നെ നമ്മൾ ആ എഗ്രിമെന്റിനകത്ത് പറയും എന്നാണ് നമ്മൾ പൊസഷൻ ഡേറ്റ് എന്നാണ്, എന്ന് തൊട്ടാണ് നമ്മൾ കയറി താമസിക്കാൻ തുടങ്ങുന്നത്, എല്ലാം ആ ലോയറിന്റെ സൈൻ ചെയ്യുന്ന പേപ്പറിനകത്ത് കാണും. പിന്നെ അടുത്ത സ്റ്റെപ്പ് ഈസിയാണ്. ജസ്റ്റ് പാക്ക് ചെയ്യുക, അങ്ങോട്ട് കയറി താമസിക്കുക, ഇത്രേ ഉള്ളൂ വീട് മേടിക്കാനുള്ള സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ. പിന്നെ വേറൊരു കാര്യം എന്തെന്ന് വെച്ചാൽ നല്ലൊരു ലൊക്കേഷൻ നോക്കുക. എപ്പോഴും റെസിഡൻഷ്യൽ ഏരിയയിലൊക്കെ നോക്കുന്നതാണ് നല്ലത്. നിങ്ങൾക്കറിയാമല്ലോ, ഒരു ഏരിയ കാണുമ്പോൾ നമുക്കറിയാം കൊള്ളാവോ ഇല്ലയോ എന്നൊക്കെ. നല്ല നീറ്റായിട്ട് നെയ്ബേഴ്സിൻ്റെ ഒക്കെ വീടും പരിസരമൊക്കെ നമുക്ക് കണ്ടാലറിയാം. ഒരു പൊട്ടിപ്പൊളിഞ്ഞൊന്നും കിടക്കാതെ എല്ലാം നല്ല വൃത്തിക്ക് കിടക്കുവാണെങ്കിൽ അത് സേഫ് ആയിരിക്കും. അല്ലെങ്കിൽ നിങ്ങൾക്ക് തന്നെ അവിടെ കുറെ ഇപ്പം രാവിലെ ഒന്ന് പോയി നോക്കുക, അവിടെയൊക്കെ എങ്ങനെയുണ്ട്, ആളുകളൊക്കെ ഇങ്ങനെ കറങ്ങി നടക്കുന്നുണ്ടോ എന്ന് നോക്കാം. നമുക്ക് വീടൊക്കെ ഒന്ന് പോയി ഇടയ്ക്കിടയ്ക്ക് നോക്കാം. നമുക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അവിടെ എങ്ങനെയുണ്ട്, അല്ലെങ്കിൽ അവിടെ വല്ല ഫ്രണ്ട്സോ വേറെ ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് സംസാരിച്ച് നോക്കാം. അല്ലെങ്കിൽ അടുത്ത നെയ്ബേഴ്സിനോടൊക്കെ സംസാരിക്കാം. നിങ്ങൾക്ക് അത് കണ്ടുപിടിക്കണം, എന്തായാലും കണ്ടുപിടിക്കണം ലൊക്കേഷൻ കൊള്ളാവോന്ന്. പിന്നെ നിങ്ങളുടെ റിയാലിറ്ററിന് ഞാൻ പറഞ്ഞില്ലേ, പുള്ളിക്ക് ഏറ്റവും നല്ലതായിട്ട് അറിയായിരിക്കും ഈ ലൊക്കേഷൻ എങ്ങനെ ഉണ്ടെന്നൊക്കെ. പിന്നെ ഞാൻ പറഞ്ഞ പോലെ നമുക്ക് അറിയാമല്ലോ, ഈ ഡ്രഗ്സ് ഒക്കെ ഉപയോഗിക്കുന്നവരുടെ ആ ഒരു ലൊക്കേഷൻ കണ്ടാൽ നമുക്ക് മനസ്സിലാകും എങ്ങനെയുള്ളതാണെന്നൊക്കെ. സോ അതും കൂടെ ഒന്ന് മൈൻഡിൽ വെച്ചേക്കുക വീട് സെർച്ച് ചെയ്യുമ്പോൾ. പിന്നെ ഒരു ഇതെന്ന് വെച്ചാൽ നമുക്ക് ഈ മോർഗേജ് അടയ്ക്കുന്നത് മാസം അടയ്ക്കാം, ബൈ വീക്ക്ലി അടയ്ക്കാം, അങ്ങനെയൊക്കെ ഓപ്ഷൻസ് ഉണ്ട്. അപ്പം അതിനെപ്പറ്റി കൂടുതൽ ഡീറ്റെയിൽ ആയിട്ടൊന്നും ഞാൻ പറയുന്നില്ല. കാരണം നമുക്ക് ഏത് ബാങ്കാണോ മോർഗേജ് തരുന്നത് അവിടെ നമുക്കൊരു അഡ്വൈസർ കാണും. അപ്പോൾ പുള്ളിയോട് ചോദിക്കുക അതിന്റെ ബെനിഫിറ്റ്സ് എന്തൊക്കെയാണെന്ന്, മന്ത്ലി അടച്ച എന്താണ് നമുക്കുണ്ടാകുന്ന അഡ്വാൻറ്റേജ്, ബൈ വീക്ക്ലി അടച്ച എന്താണ് അഡ്വാൻറ്റേജ് എന്നൊക്കെ പുള്ളിയോട് ചോദിച്ച് മനസ്സിലാക്കുന്നതായിരിക്കും നല്ലത്. പിന്നെ എൻ്റെ അഭിപ്രായത്തിൽ നമ്മൾ ആക്സിലറേറ്റഡ് ബൈ വീക്ക്ലി അതാണ് ചൂസ് ചെയ്യേണ്ടത്. അതായിരിക്കും പെട്ടെന്ന് നമുക്ക് മോർഗേജ് കുറച്ചുകൂടെ മന്ത്ലിയെക്കാട്ടിലും ഫാസ്റ്റായിട്ട് പേ ഓഫ് ചെയ്യാൻ പറ്റുന്നത്.
പിന്നെ നമ്മുടെ കാര്യങ്ങൾ നമുക്കല്ലേ അറിയത്തുള്ളൂ, നമുക്ക് എത്ര വരുമാനമുണ്ട് എല്ലാം നമുക്കേ അറിയത്തുള്ളൂ. അപ്പോൾ അതിനനുസരിച്ചുള്ള ഒരു വീട് നോക്കുക. പിന്നെ ചിലർ ചെയ്യുന്ന ഒരു മിസ്റ്റേക്ക് ഞാൻ കണ്ടിട്ടുണ്ട്, ആദ്യമായിട്ട് വീട് വാങ്ങിക്കുന്നവർ വലിയൊരു വീട് അങ്ങ് വാങ്ങിക്കും ഫസ്റ്റിലെ തന്നെ. അങ്ങനെ ചെയ്ത് വെച്ചാൽ ഞാൻ പറഞ്ഞ എന്താണ്, നമുക്ക് ഈ ഡൗൺ പേയ്മെൻറ്റും അതും മാസം ഉള്ള മോർഗേജും അല്ല അടയ്ക്കാനുള്ളത്. ഇതിൻ്റെ പുറകിൽ നമുക്ക് ഒരുപാട് ബില്ല് വരും. നമ്മുടെ വീട് വലുതാകുന്നതിനനുസരിച്ച് നമുക്ക് യൂട്ടിലിറ്റീസ് ബില്ലിനെല്ലാം എന്താണ് റേറ്റ് കൂടും, പ്രോപ്പർട്ടി ടാക്സ് കൂടും. ഈ പ്രോപ്പർട്ടി ടാക്സ് എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് വൺ ടൈം ആയിട്ട് എല്ലാ വർഷവും അടയ്ക്കേണ്ടതാണ്. ഒന്നെങ്കിൽ ഒരു വൺ ടൈം പേയ്മെന്റ് ആയിട്ട് അടയ്ക്കാം, അല്ലെങ്കിൽ മാസം മാസം അടയ്ക്കാം. അപ്പോൾ അതിനും അടയ്ക്കാൻ നമുക്ക് പറ്റണം. പിന്നെ യൂട്ടിലിറ്റീസ് എല്ലാം അടയ്ക്കണം, ഹീറ്റ്, വാട്ടർ, പിന്നെന്താ പവർ, അങ്ങനെ വീട്ടിലേക്ക് വേണ്ട എല്ലാം നമുക്ക് അടച്ചേ പറ്റത്തുള്ളൂ. പിന്നെ അപ്പം എൻ്റെ അഭിപ്രായത്തിൽ നിങ്ങൾ ആദ്യമായിട്ട് തുടങ്ങുവാണെങ്കിൽ, വീട് മേടിക്കുവാണെങ്കിൽ നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിലുള്ള ഒരു ചെറിയ വീട്, ഒരു 3-4, നിങ്ങൾ ഏത് പ്രൊവിൻസിലാണോ അവിടുത്തെ എന്താണ് ഒരു സ്റ്റാൻഡേർഡ് അനുസരിച്ചിട്ടുള്ള എത്ര നിങ്ങളെ കൊണ്ട് താങ്ങാൻ പറ്റുന്ന ഒരു വീട് ഓപ്റ്റ് ചെയ്യുന്നതായിരിക്കും നല്ലത്. കാരണം അത് നിങ്ങൾക്ക് പെട്ടെന്ന് പേ ഓഫ് ചെയ്യാൻ പറ്റും. പിന്നീട് നമുക്ക് റീഫൈനാൻസ് ചെയ്തിട്ട് അതിൽ നിന്ന് തന്നെ നമ്മൾ അടച്ച എമൗണ്ട് എടുത്ത് വേറെ നമുക്ക് നല്ല വീട് വേണമെങ്കിൽ മേടിക്കാം. അങ്ങനെയൊക്കെ ഓപ്ഷൻസ് ഒക്കെ ഉണ്ട്. അപ്പോൾ ആദ്യമേ വലിയ ഒരെണ്ണം എടുത്ത് തലയെ വെച്ചിട്ട് പിന്നീട് ഓടാതെ ബുദ്ധിപരമായിട്ട് നമ്മളെ കൊണ്ട് താങ്ങാൻ പറ്റുന്നത് നോക്കി വാങ്ങിക്കുക. അപ്പോൾ വീട് നോക്കി തുടങ്ങുന്നവർക്കും വീട് വാങ്ങിക്കാൻ ആഗ്രഹിക്കുന്നവർക്കും ഒക്കെ എത്രയും പെട്ടെന്ന് അത് സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. നമ്മുടെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ, നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ വേറെ ആർക്കെങ്കിലും ഈ ഇൻഫർമേഷൻ വേണമെങ്കിൽ അവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കണം. അപ്പോൾ വേറൊരു വീഡിയോയിൽ വേറൊരു വിശേഷമായിട്ട് കാണാം. അതുവരേക്കും ബൈ ബൈ.